എന്ന് പറയാൻ പോകുന്നത് സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അക്രോസ് എ ഷോക്കാണ്. സ്റ്റാറ്റിക് പ്രഷർ ഇതാണ്, സ്റ്റാറ്റിക് പ്രഷർ Py/Px, ബിഫോർ ഷോക്ക്, ആഫ്റ്റർ ഷോക്ക്, ബിഫോർ ഷോക്ക്. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ y, ബിഫോർ x. 2 γ/γ+1 mx² - γ-1/γ+1. ഇതാണ് ഡിറൈവ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാം? ഇത് നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണ്? വി നോ ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണ്? എഫ് എന്നുള്ള സിമ്പിളാണ്. എഫ് ഈക്വൽ ടു എന്താണ്? PA + ρc²A. ഇതിന് മറ്റൊരു ഫോർമാറ്റും കൂടി ഉണ്ട്. മറ്റൊരു ഫോർമാറ്റ് എന്താണ്? ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. അത് എന്താണ്? അത് ഓർ എഫ് ഈക്വൽ ടു, അത് എന്താ വരുക വെച്ചാൽ ഇതാണ് വരിക, PA × 1 + γ-m². ഈ ഒരു ഫോർമാറ്റും കൂടി ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ ഫോർമാറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫോർമാറ്റ് എങ്ങനെയാണ് ആദ്യത്തെ ഫോർമാറ്റിൽ നിന്ന് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാര്യം ചെയ്യാം. എഫ് ഈക്വൽ ടു PA + ρc²A എന്ന് എഴുതിയിട്ട് ഇത് ചെയ്യാം. ഈ റോക്ക് നമ്മൾ കാര്യം ചെയ്യാം. റോ ഈക്വൽ ടു എന്താണ്? റോ ഈക്വൽ ടു ഓൾറെഡി അറിയാം, PV = RT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ വി, സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ 1/ρ, P/ρ = RT. റോ അങ്ങോട്ട് പോയി ഇതിങ്ങോട്ട് വന്നു. അപ്പോൾ എന്ത് വരും? P/RT = റോ. അപ്പോൾ എന്ത് വരും? റോ = P/RT. അപ്പോൾ റോ = P/RT നമുക്ക് എഴുതാം. കാര്യം ചെയ്യും. ഇവിടെ RT എന്ന് പറയുമ്പോൾ γ-RT എന്ന് പറഞ്ഞാൽ A² അല്ലേ. രണ്ട് സൈഡ് മുകളിലും അടിയിലും എന്ത് ചെയ്യാം? ഒരു ഗാമയുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. γ-P/γ-RT. അപ്പോൾ എന്ത് വരും? γ-P/A² എന്ന് വരും. അപ്പോൾ റോയ്ക്ക് പകരം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ γ-P/A² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മുടെ എഫ് എന്ത് വരും? എഫ് ഈക്വൽ ടു PA + γ-P/A² ρc² × A. ഇതിൽ പിയും എയും കോമൺ ആണ്. PA. അപ്പോൾ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. PA × 1 + γ. ഈ c²/A² ആണ് എന്ത്? m². അതായത് c²/A² = m² എന്ന് വേണമെങ്കിൽ സൈഡിൽ എഴുതി വയ്ക്കാം. അപ്പോൾ കിട്ടിയില്ലേ? എഫ് ഈക്വൽ ടു. അപ്പോൾ ഈ ഒരു റിലേഷൻ ഇങ്ങനെ വന്നത് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന മാർക്ക് കൂടിയതാണെങ്കിൽ മാത്രം ഡെറിവേഷൻ നടത്തിയാൽ മതി. പക്ഷേ പൊതുവെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഓർ എഫ് ഈക്വൽ ടു PA × 1 + γ-m² എന്ന് എഴുതിയാലും കുഴപ്പമുണ്ടാവില്ല, ചെറിയ മാർക്കിനുള്ള ഡെറിവേഷൻ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം. എന്താണ്? വി നോ ഇമ്പൾസ് ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു PA × 1 + γ-m². ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഷോക്കിൻ്റെ കേസിൽ ഒരു ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ മൊമെൻറ്റം ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ബിഫോർ ഷോക്കും ആഫ്റ്റർ ഷോക്കും എന്താണ്? ഇമ്പൾസ് ഫംഗ്ഷൻ സെയിം ആണ്. മൊമെൻറ്റം സെയിം എന്നുള്ള ഡെറിവേഷൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ Fx = Fy ആണ് ഫോർ എ ഷോക്ക്. അപ്പോൾ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. എന്താണ്? Px AX പ്ലസ് അല്ല ഇൻറ്റു അല്ലേ, × 1 + γ-mx² ഈക്വൽ ടു ഇത് ആഫ്റ്റർ ഷോക്ക് PY AY 1 + γ-my². ഇതിൽ എന്താണ്? AX AY നമ്മൾ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്തല്ലോ. ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്തു. ഇത് ബിഫോർ ഷോക്ക് ആഫ്റ്റർ നമ്മൾ ഒരു ഇതിൽ എന്താണ്? ഇവിടെ X, ഇത് Y. അപ്പോൾ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഏരിയ വളരെ ഒരു ഇൻഫിനിസിമൽ സ്മോൾ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഈ AX AY സെയിം തന്നെയാണ്. അപ്പോൾ AX = AY എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാം? ക്യാൻസലായി പോകുന്നത്. അപ്പോൾ നമുക്ക് വെട്ടി കളയാം. നിങ്ങളിതൊന്നും വെട്ടരുത്, നിങ്ങളിന്ന് എഴുതിയാൽ മാത്രം മതി. Px × 1 + γ-mx² ഈക്വൽ ടു Py × 1 + γ-my². ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണ്ടത്? ഡെറൈവ് വേണ്ടത് Py/Px ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ Py/Px എന്ത് വരും? ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം.
അപ്പോൾ py/px ഇതിനങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1+ ഈ സംഭവം ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഇതിങ്ങനെ അടിയിലേക്ക് വരും 1 + ഗാമ m². ഇനി നമ്മൾ പൊതുവെ ഇപ്പുറത്തെ സൈഡിൽ നിന്നല്ല എഴുതാറ്. അപ്പോൾ അങ്ങനെ രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്ത് വരും? py/px = 1 + ഗാമ m² + ഗാമ m². അപ്പോൾ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. എന്താണ് py/px? സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അക്രോസ് ഷോക്ക് ഇൻ ടേംസ് ഓഫ് mx my കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? mx മാത്രമായിട്ടാണ്, ഇൻ ടേംസ് ഓഫ് mx ഓൺലി. അപ്പോൾ ഈ my പോകണം. my പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും myക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ my² ഫ്രം ഏത് റിലേഷനാണ്? PM റിലേഷൻ, പ്രാൻഡിൽ മേയർ അല്ലേ? പ്രാൻഡിൽ മേയറിലാണ് അതുള്ളത്. പ്രാൻഡിൽ മേയർ അല്ല, പ്രാൻഡിൽ മേയറിൽ വേറെ ഏതല്ലേ? നമുക്ക് വേണ്ട തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഏതാണ്? പ്രാൻഡിൽ മേയർ പറയുന്നത് CX × CY = S² എന്നാണ് പറയുന്നത്. അതല്ല ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് my ഇൻ ടേംസ് ഓഫ് mx ആണ്. ഇപ്പോൾ my ഇൻ ടേംസ് ഓഫ് mx നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിലല്ല, മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ അതെന്തായിരുന്നു? നമ്മൾ കാര്യമായി ഡിറൈവ് ചെയ്തായിരുന്നു. അതാണ് my² = 2/γ - 1 + mx² / 2γ/γ - 1 mx² - 1. ഈ ഒരു സംഭവം നമ്മൾ ഒരു വീഡിയോയിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഡൗൺ സ്ട്രീം മാക് നമ്പർ ഇൻ ടേംസ് ഓഫ് അപ്പ് സ്ട്രീം മാക് നമ്പർ. ഈ സംഭവം എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് കൊടുക്കണം. ഇവിടെ കണ്ട, ഇവിടെ my കിടക്കണണ്ട, my² ഇവിടെ കൊടുക്കുക. ഈ കാണുന്ന സാധനം മൊത്തം ഇവിടുത്തെ ഇവിടെ കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക. മാത്സിൻ്റെ കളിയാണ് ഫുള്ള്. അപ്പോൾ എന്ത് വരും? py/px = എന്തായിരുന്നു കിട്ടിയിരുന്നത്? 1 + മുകളിൽ x ആണ് വന്നിട്ടുള്ളത് അല്ലേ? 1 + ഗാമ mx² / 1 + ഗാമ my². ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ഇത് ഈ ഗാമ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ ഇവിടെ. അപ്പോൾ എന്ത് വരാൻ നോക്കാം? 1 + ഗാമ mx² / 1 + ഗാമ myയുടെ സ്ഥലത്ത് കൊടുക്കണം. ഇത് വലിയ സംഭവമാണത്. അപ്പോൾ ഒരുമിച്ചൊരു ബോക്സിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ my ആണ് ആ സംഭവം. ഇതായിരുന്നു 2/γ - 1 + mx² ഇല്ലേ? സ്ക്വയർ ഉണ്ട്. അടിയിലെന്തായിരുന്നു? ഒരു 2γ ഉണ്ടായിരുന്നു അല്ലേ? 2γ/γ - 1. ഫോർമാറ്റ് നല്ല ഭംഗിയുള്ള ഫോർമാറ്റാണ്. അടിയിൽ രണ്ടിലും ഇവിടെ γ - 1 ഉണ്ട്, മുകളിൽ 2, അടിയിൽ 2 ഉണ്ട്. പിന്നെ കൂടിണ്ടായിരുന്നത് എന്തായിരുന്നു? mx². ഇവിടെ -1. ഓക്കെ, ഇതിന് സിംപ്ലിഫൈ ചെയ്യേണ്ട മാത്തമാറ്റിക്കൽ പരിപാടിയാണ് ചെയ്യേണ്ടത്. ഈ ഗാമ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കാം. ഗാമേൻ്റെ ഉള്ളിലേക്ക് മാത്രം കൊടുത്താൽ പോലെ ഇവിടേക്കും കൊടുക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 2 സ്ഥലത്തേക്കും ഗാമേനാണ് കൊടുക്കണം മൊത്തത്തിൽ. അപ്പോൾ ഇത് സിംപ്ലിഫൈ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുക്കാം ഫസ്റ്റ് തന്നെ. മാത്രമല്ല ഇതിൻ്റെ ഡിനോമിനേറ്റർ അടിയിലത്തെ എന്തുണ്ട്? ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം ആക്കണം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഗാമ mx² ഉള്ളിലേക്ക് വരില്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? ഗാമ ഇൻറ്റു ചെയ്ത് നോക്കാം. ഈ ഗാമ ഉള്ളിലേക്ക് കൊടുക്കണം, പ്രതിയും വരും. അപ്പോൾ ഇവിടെ തന്നെ എഴുതണം, ഇവിടെ തന്നെ എഴുതാം. ഇപ്പോൾ നിങ്ങളുള്ളതല്ലേ? 1 + ഗാമ mx² / 1 + ഗാമ ഉള്ളിലേക്ക് പോകുമ്പോൾ 2γ/γ - 1 + ഗാമ mx². മുകൾ ഭാഗത്ത്, അടിഭാഗത്ത് വ്യത്യാസമൊന്നുമില്ല. 2γ/γ - 1 m² - 1. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കണം, മുകളിലടിയിൽ. അപ്പോൾ ഇതിന് തന്നെ മുകളിലും അടിയിലും എഴുതാം നമുക്ക്.
മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ന് പകരം എന്ത് ചെയ്യാം, മുകളിലും ഇത് തന്നെ ഇവിടെ എഴുതുക 1 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 1 പ്ലസ് ഗാമ ഈ സംഭവം സെയിം തന്നെ, അടിയിൽ എന്ത് വരും 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1 ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. അത് 1 തന്നെയാണല്ലോ ഇത് മുകളിലടിയിൽ, പ്ലസ് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഗാമ mx² ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. മനസ്സിലായില്ലേ? ഈ കാണുന്ന ടേമില്ലേ, ഈ കാണുന്ന ടേമാണ് ഇത് ഞാൻ 1നെ എങ്ങനെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അടിയിൽ ഡിനോമിനേറ്റർ കോമൺ ആയി സ്ഥിതിക്ക് ഒരുമിച്ച് എടുത്ത് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും 1 പ്ലസ് ഗാമ mx². അത് താഴ്ത്തി എഴുതി പോയാൽ മതിട്ടോ. ഞാൻ ഇത് ലാഭിക്കാൻ വേണ്ടി ചെയ്യണതാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ എഴുതി ചിലപ്പോൾ ഒരു നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ എന്താ വരിക, അടിയിൽ കോമൺ അല്ലേ, അപ്പോൾ മുകളിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1 പ്ലസ് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഗാമ mx² ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. ഇത് 1/a ബൈ ബി എന്ന് പറയുമ്പോൾ 1 × b/a അറിയാമല്ലോ. 1/a ബൈ ബി എന്ന് പറഞ്ഞാൽ 1 × b/a സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ മുകളിലേക്ക് കൊണ്ടുപോകാം അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും, 1 പ്ലസ് ഗാമ mx² ഇൻറ്റു ഈ സാധനം വരും 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. അടിയിൽ കാണാനും മുകളിലേക്ക് പോയി. ഈ കാണുന്നത് ഇവിടെ തന്നെ ഉണ്ടാവും 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. പിന്നെന്താ ഇവിടെ പ്ലസ് ആണത്, ബ്രാക്കറ്റ് ഇടണമെന്നില്ല. 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഗാമ 2 ഗാമ വന്നു അവിടെ, ഇവിടെ ഒരു ഗാമയുണ്ട്, ഇവിടെ ഒരു ഗാമ, ഇത്ര ഗാമ ഇല്ലല്ലോ, ഇതില്ല അവിടെ. പിന്നെ എന്താണ് അതന്നെ mx² കഴിഞ്ഞില്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കും ഭാഗം. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് അടുത്ത ഒരു കടമ്പ. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ അവസാനം ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തും. നമ്മുടെ ഉദ്ദേശം എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ഉദ്ദേശം ഡിറൈവ് ചെയ്യേണ്ടത് എന്തായിരുന്നു, ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടത്. by(x) ഇതെത്തണം, ഈ രൂപം കണ്ട, ഈ രൂപത്തിലേക്ക് എത്തിക്കണം. എന്താ ചെയ്യുക, ഇതിനെ ആ രൂപത്തിലേക്ക് എത്തിക്കണം. ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഇതിനെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും, സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, മുകൾ ഭാഗം ഉണ്ട്, താഴ്ഭാഗമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ആലോചിക്കുക എന്നാണ് സംഭവം. എന്താണ്, ന്യൂമറേറ്റർ അവിടെ തന്നെ നിൽക്കട്ടെ, ഒന്നും ചെയ്യണ്ട. നമുക്ക് ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ഡിനോമിനേറ്ററിന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടി എടുത്ത് എഴുതാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു, py/px = ഒപ്പം പറഞ്ഞോ, ഇതാണ് 1 പ്ലസ് ഗാമ, ഒപ്പം കൈയോടുകൂടി പഠിച്ചിട്ട് പോവാം, ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1. അടിയിൽ എന്തായിരുന്നു, 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1 പ്ലസ് ആണ്. ബ്രാക്കറ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 2 മനസ്സിലാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, ഇതിനാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാം, ഇത് മൊത്തത്തിൽ മുകൾ ഭാഗം ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതവിടെ നിൽക്കട്ടെ, അടിഭാഗം നോക്കാം. അപ്പോൾ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx² മൈനസ് 1 പ്ലസ് 2 ഗാമ, അതായത് കൺസിഡർ ഡിനോമിനേറ്റർ മാത്രം നമ്മളെടുത്ത് കൺസിഡർ ചെയ്തിട്ട്, അതിന് അത് മാത്രം ചെയ്യാൻ ഇത്തിരി ഉണ്ട്. അപ്പോൾ മുകളിൽ വെറുതെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഒരു ഭാരമല്ല അവിടെ ഇരിക്കട്ടത്. പ്ലസ് ഗാമ mx². ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം.
ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഗ്രൂപ്പ് അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പിംഗ് എം എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? ഒരുമിച്ച് എം എക്സ് സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എന്ത് വരാം? ഇവിടെ കോമൺ ആയിട്ട് ഇതല്ലേ ഉള്ളത് 2 ഗാമ ബൈ -1. പിന്നെ ഇവിടെ എം സ്ക്വയറിനോട് ഒരു ഗാമയുണ്ട് പ്ലസ് ഗാമ. ബാക്കി എന്താ ഉള്ളത്? ബാക്കി വന്ന സാധനങ്ങൾ ഒരുമിച്ചെടുത്ത് എഴുതാം. ബാക്കി വരുന്ന സാധനം ഇതാണ് 2 ഗാമ ബൈ ഗാമ -1 ബാക്കിയുണ്ട്, ഒരു -1 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ടേ? ഇത് മാത്രം ഇത്തിരി പണി ചെയ്യാനുണ്ട്. കൺസിഡർ 2 ഗാമ ബൈ ഗാമ -1 പ്ലസ് ഗാമ. എന്ത് വരിക? ഇതിന് സിംപ്ലിഫൈ ചെയ്യുക. 2 ഗാമ ബൈ ഗാമ -1 പ്ലസ് ഗാമ ഈക്വൽ ടു എന്ത് വരും? ഗാമ -1 മൾട്ടിപ്ലൈ ചെയ്യുക ഓൾറെഡി അല്ലേ? അപ്പോൾ 2 ഗാമ പ്ലസ് ഗാമ ഇൻറ്റു ഗാമ -1 വോൾ ബൈ ഗാമ -1. ഇതിനെന്ത് ചെയ്യുക? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 2 ഗാമ പ്ലസ് ഇത് ഗാമ സ്ക്വയർ ഗാമ -1 ആയി. ഇനി എന്ത് ചെയ്യാൻ പറ്റുക? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതെന്താ സംഭവം? ഇത് 2 ഗാമ പ്ലസ് ഗാമ ഇൻറ്റു ഗാമ -1. പിന്നെ ഇവിടെയോ? ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്താണ്? ഗാമ -1 എന്താണ്? ഗാമ സ്ക്വയർ മൈനസ് എന്താണ്? ഗാമയാണ് ഇവിടെ. അപ്പോൾ എന്ത് വരും? 2 ഗാമയും കൂടി ഇതായിട്ട് ഇത് വരും 2 ഗാമ മൈനസ് ഗാമ ഗാമ. അപ്പോൾ എന്ത് വരും? ഗാമ സ്ക്വയർ പ്ലസ് ഗാമ ബൈ ഗാമ -1. ഈ ഗാമ സ്ക്വയർ പ്ലസ് ഗാമേനെ എന്ത് ചെയ്യുക? ഒരു ഗാമ പുറത്തേക്ക് എടുക്കാം. ഗാമ ഇൻറ്റു ഗാമ +1 എന്ന് എഴുതാം. അപ്പോൾ എന്തായി? ഈ കാണുന്ന സാധനത്തിന് പകരം ഗാമ ഇൻറ്റു ഗാമ +1 ബൈ ഗാമ -1 എഴുതിക്കൂടെ? അപ്പോൾ ഇതിന് പകരം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ടൈമിന് പകരം അത് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് ഒരു പേര് ഡിനോമിനേറ്റർ എന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനൊരു പേരിട്ട് കൊടുക്കാം ഡി. ഇതിൻ്റെ പേര് ഡി, അടിഭാഗത്തിന് മാത്രം ഡി. ലെറ്റ് ഡിനോമിനേറ്റർ d1. അപ്പോൾ ഈ d1 ഇത് d1 ആണ്. d1 ബിക്കംസ് d1 ഇതാണ്. d1 കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? d1 ഈക്വൽ ടു എന്താണ്? mx സ്ക്വയർ ഇൻറ്റു ഈ കാണുന്ന സാധനത്തിന് പകരം എന്താണ്? ഗാമ ഇൻറ്റു ഗാമ +1 ബൈ ഗാമ -1 പ്ലസ് ഇത് വരും പ്ലസ് ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്തു. ഇത് വെറുതെ നിൽക്കണോണ്ട് 2 ഗാമ ബൈ ഗാമ -1 അതിനൊന്നും സിംപ്ലിഫൈ ചെയ്യണ്ട. ഇനി സിംപ്ലിഫൈ ചെയ്യണം നമുക്ക് ഈ ഭാഗം മാത്രം. അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ടൊരു നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു വട്ടം വരയ്ക്കാനുള്ളിൽ എന്നിട്ട് കൺസിഡറിങ് ദിസ് എന്ന് പറയാം. അല്ലാണ്ട് നമുക്ക് ഒരു പേരിട്ട് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവില്ല. കൺസിഡറിങ് ദിസ്. ഈ കൺസിഡറിങ് ദിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈങ് ദിസ് ആയിരിക്കും അതിലൂടെ നല്ലത്. കൺസിഡർ ചെയ്തിട്ട് വേണം സിംപ്ലിഫൈ ആണെങ്കിൽ. സിംപ്ലിഫൈയിങ് ദിസ് ഓൺലി എന്ത് വരും? 2 ഗാമ ബൈ ഗാമ -1 ഈക്വൽ ടു എന്ത് വരും? ഈ ഗാമ -1 മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഗാമ മൈനസ് ഗാമ -1 കൊടുത്തിട്ട് ബൈ ഗാമ -1. ഇത് ഉള്ളിലേക്ക് കൊടുത്ത് എന്ത് വരും? 2 ഗാമ മൈനസ് ഗാമ +1 ബൈ ഗാമ +1. ഈ 2 ഗാമ മൈനസ് ഗാമ ഗാമ +1 ബൈ ഗാമ +1. ശരിയല്ലേ? ഇപ്പം എന്ത് വരും? അടിയിൽ ഗാമ +1 അല്ല, അടിയിൽ എന്താണ്? അടിയിൽ മൈനസാണ്. അപ്പോൾ ഗാമ +1 ബൈ ഗാമ -1. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ദിസ് വി ഗെറ്റ് സിംപ്ലിഫൈയിങ് ദിസ് വി ഗെറ്റ് എന്ത് വരും? ഗാമ +1 ബൈ ഗാമ -1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡി ബിക്കംസ് എന്ത് വരും? d1 equal to d1 becomes എന്താണ്? mx സ്ക്വയർ ഇൻറ്റു ഗാമ ഇൻറ്റു ഗാമ +1. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബൈ ഗാമ -1. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ
ശേഷം ഇവിടെ വരുന്നത് പ്ലസ് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇവിടെ കിട്ടിയില്ലേ? ആശ്വാസമായി, കാരണം ഇതിൽ കോമൺ ആയിട്ട് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇവിടെയുണ്ട്. അപ്പോൾ ഇതിലൂടെയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കാം അല്ലേ? പിന്നെ എന്ത് ചെയ്യണ്ടേ? നമുക്കിത് എത്ര കിട്ടിയത് തൽക്കാലം ഇവിടച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിനുള്ളിൽ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നിർത്തല്ല തിരിച്ചു പോവാം. ഇതിനുള്ളിൽ ടേക്കിംഗ് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഔട്ട്സൈഡ്. ഇതൊരു d1 ബിക്കംസ് ഇതൊരു mx സ്ക്വയർ. ആദ്യം എഴുതരുത്, എന്ത് ചെയ്യണം? ആദ്യം കോമൺ പുറത്തേക്ക് എടുത്ത് എഴുതാം. ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എന്തുവരും? ബാക്കി എന്തുള്ളത്? mx സ്ക്വയർ ഇൻറ്റു ഒരു ഗാമയുണ്ട്, ഗാമ mx സ്ക്വയർ. പിന്നെ ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഗാമ mx സ്ക്വയർ പ്ലസ് 1 നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ d1 കിട്ടിയില്ല. ഇനി തിരിച്ച് നമ്മൾ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബാക്ക് എന്ന് പറയണമെന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബാക്ക് ഡിനോമിനേറ്റർ simplified denominator back in main equation. ഈ നമ്പറും കൊടുത്തു, ആ ഇക്വേഷൻ നമ്പർ അറിയാൻ വേണ്ടിയിട്ട്. മെയിൻ ഇക്വേഷൻ ഏതാണ്? മെയിൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക അതിന്. അപ്പോൾ മെയിൻ ഇക്വേഷൻ 1 എന്ന് എഴുതിക്കോ. എഴുതി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പി വൈ ബൈ പി എക്സ് എന്ത് വരും? നമ്മൾ ഈ ഡിനോമിനേറ്റർ മാത്രം എടുത്തിട്ട് ആണ് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോക്സിൽ വേണമെങ്കിൽ ആക്കി വെച്ചോ d1. ഓക്കെ, പി വൈ ബൈ പി എക്സ് എന്ത് വരും? ബിക്കംസ് മുകൾ ഭാഗം എന്താണ്? 1 പ്ലസ് ഗാമ mx സ്ക്വയർ ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു mx സ്ക്വയർ മൈനസ് 1. ഡിനോമിനേറ്ററിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത സംഭവം. ഇതാണ് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ mx സ്ക്വയർ പ്ലസ്. നോക്കിയൊരു കാര്യം മനസ്സിലാവും, ഇത് രണ്ട് സെയിം തന്നെയല്ലേ? 1 പ്ലസ് ഗാമ m സ്ക്വയറിൽ ഇത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വെട്ടി കളയാം. ഈ സ്റ്റെപ്പിൽ വെട്ടരുത്, നമ്മളിപ്പോൾ ഞാൻ വെട്ടി കാണിച്ചിരുന്നുള്ളൂ, വെട്ടി കളയാം. അടുത്ത സ്റ്റെപ്പിൽ വെട്ടാൻ പാടുള്ളൂ. പി വൈ ബൈ പി എക്സ് ഈക്വൽ ടു എന്ത് വരും? കാരണം എഴുതാം, ക്യാൻസലിങ് 1 പ്ലസ് ഗാമ m സ്ക്വയർ. അപ്പോൾ ബാക്കി എന്ത് വരും? 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx സ്ക്വയർ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1. ഇപ്പോഴും നമ്മുടെ ആൻസറിലേക്ക് എത്തിയോ? നമ്മുടെ ആൻസറിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത്തിരി മാറ്റം വരുത്താറുണ്ട്. ഈ അടിയിൽ കിടക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യാം? നമുക്ക് തിരിഞ്ഞ് മുകളിലേക്ക് വരില്ലേ? 1 ബൈ എ ബൈ ബി ഈക്വൽ 1 ഇൻറ്റു ബി ബൈ എ. ആ സംഭവം വരുമ്പോൾ എന്ത് വരും? ഇത് മുകളിലേക്ക് വരും. ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 mx സ്ക്വയർ മൈനസ് 1. ഇനി ഇതിന് ഉള്ളിലേക്ക് നമുക്ക് കൊടുത്താലോ? ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക്. ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഗാമ മൈനസ് 1 കൂടി കെട്ടിപ്പോവും. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം, വേണമെങ്കിൽ എഴുതാം. 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 പ്ലസ് അല്ല, ഇവിടെ ഇത് ഇൻറ്റു എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ വരിക? മൈനസ് ഗാമ മൈനസ് 1 ബൈ പ്ലസ് 1. അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? അതുകൊണ്ട് വെട്ടിക്കളയാം. വെട്ടിൽ ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പിൽ വെട്ടരുത്, കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വെട്ടി കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പിൽ വെട്ടിയിട്ട് എഴുതിയാൽ മതി. ഈ പെൻസിൽ കൊണ്ട് വെട്ടിയാലും മതി. 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 മൈനസ് ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1. ഓക്കെ, ബ്രാക്കറ്റ് ഇടണം. മൈനസിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ആവില്ല. നമ്മുടെ mx സ്ക്വയർക്ക് എവിടെ പോയി? നമ്മുടെ mx സ്ക്വയർ അവിടെ mx സ്ക്വയറിന് കാണാനില്ലല്ലോ. mx സ്ക്വയർ കൂടി ഉണ്ടല്ലോ, മിസ്സായി പോയാ. mx സ്ക്വയർ എഴുതിയപ്പോൾ mx സ്ക്വയർ ഉണ്ട്. ഇതിനുള്ളിൽ എഴുതിയിട്ട് ഒന്നും തീരുന്നില്ല, ഇതിനുള്ളിൽ എഴുതാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യാം,
ഇവിടെ ഇങ്ങനെ ചെറുതാക്കി എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സ്ഥലം ലാഭിക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വിശാലമായിട്ട് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം, അടുത്ത പേജിലേക്ക് കിടക്കാം. ഇതിന് ഉള്ളിലേക്ക് കൊടുക്കുക. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? പി വൈ ബൈ ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 പ്ലസ് 1 അല്ലല്ലോ മൈനസ് 1 ആണ്, ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് 1. ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇത് കാര്യം മനസ്സിലായിട്ടുണ്ടോ? അത് വെട്ടിപ്പോവും, സംഭവത്തിലേ ഉള്ളൂ. 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 മൈനസ് ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1. എനിക്ക് വലുതായിട്ട് ഇതിലാണ് തെറ്റാതിരിക്കുള്ളൂ, ചെറുതാക്കി എഴുതി എപ്പോഴും തെറ്റും. സൂക്ഷിച്ച് നമ്മൾ കണ്ണിന്ന് മിസ്സായി പോവാണ്. ഇത് വെട്ടിക്കളയാം. ഓക്കെ, വിശാലമായിട്ട് നമ്മൾ എഴുതാം, കാര്യം കഴിഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ ആൻസർ ബുക്കിൽ ഇതിലിപ്പോൾ തികയാണ്ട് വരും, അത് വേറെ പ്രശ്നം. ഇതിപ്പോൾ എന്ത് വരും? അത് സിംപ്ലിഫൈ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇതിന് എം എക്സ് കൂടി ഉണ്ടല്ലോ, പി വൈ ബൈ ബൈ പി എക്സ്. നമുക്ക് വേണ്ട സാധനം കിട്ടിയോ? നമ്മുടെ ഡെറിവേഷൻ എന്തായിരുന്നു ഉദ്ദേശം? നമ്മുടെ എയിം എന്തായിരുന്നു? നമ്മുടെ എയിം ഇതായിരുന്നു. നമ്മൾ എയിം സാറ്റിസ്ഫൈ ചെയ്തോ? ഇതാണ് സാധനമല്ല കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ. അതെ, ഓക്കെ. അപ്പോൾ ഓക്കെ, ഇതിനെപ്പറ്റി ഇനി വേറെ എന്താ പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാനുള്ളത് അഡീഷണൽ ഡീറ്റെയിൽസ് പിന്നെ എം എക്സ് ഗ്രേറ്റർ ദാൻ 1 നെക്സ്റ്റ് ഇതിൽ പറയാം.